തവണടിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റൂടെ, മനസ്സിലായ? ആയത്താളത്തിന് വലിയ കുറവൊന്നുമില്ല, വേറെ തന്നെ നടക്കുന്നുണ്ട്. അഖിൽമാരാറിന്റെ അന്നത്തെ അഖിൽമാരാർ എന്താണെന്നോ, അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കാര്യം നടക്കുന്ന സമയം വരെയുള്ള ഒരു 10-30 ദിവസത്തെ അഖിൽമാരാർ എന്താണ്, രായാവല്ല, രായാവ് ആവുന്നതിന് മുമ്പുള്ള സീക്രട്ട് ഏജന്റ് അലയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും, മൈക്കൽ ഫെൽപ്സ് നീന്തലിൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. നീ ചായ അടിച്ചാ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, എന്താ പറയാ, സീസൺ 6 എന്താ പറയാ, വൈൽഡ് കാർഡായിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയത്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവണ് യഥാർത്ഥ സുഹൃത്ത്. അല്ലാണ്ട് ഏരിയയിലേക്കില്ല. എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്താണ് അഖിലേട്ടൻ? അഖിലേട്ടനായിരുന്നു എനിക്ക് അന്ന് മനസ്സിലായി. ഇവൻ കാര്യം കാണാൻ വേണ്ടിട്ട് ഏത് അറ്റം വരെയും പോവും. ആരുടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കാൻ മലയാളിയും ലോകവും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെയാണ്. ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഒരുപാട്, അങ്ങടേക്ക് മുന്നിൽ ഞാൻ ആരും. താങ്ക് യു സർ, താങ്ക് യു. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ പോകുന്നു. ബൈ ബൈ. നമ്മ പക്കം കാത്ത് വിസുരത്തെ പാത്ത് നല്ല